പാലാ നഗരസഭയിൽ കൗൺസിലറെ ചൊല്ലിയുണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ മാണി സി കാപ്പൻ എംഎൽഎയുടെ വസതിയിൽ ഇന്നലെ യുഡിഎഫ് നേതാക്കൾ സ്വതന്ത്ര കൂട്ടായ്മയുമായും കോൺഗ്രസ് കൗൺസിലർമാരുമായും കേരള കോൺഗ്രസ് കൗൺസിലർമാരുമായും നടത്തിയ ചർച്ചയിൽ ധാരണയായില്ല. കോൺഗ്രസ് കൗൺസിലർമാർ തീരുമാനത്തിന് സമയം ആവശ്യപ്പെട്ടു. സ്വതന്ത്ര കൂട്ടായ്മ കോൺഗ്രസുകാരുടെ തീരുമാനം അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്ന് പറയുന്നു. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ ഒപ്പിട്ട കത്ത് ഇന്നലെ യുഡിഎഫ് നേതാക്കൾക്ക് കൈമാറിയതായി അറിയുന്നു. അതിൽ ഒരു കോൺഗ്രസ് കൗൺസിലർ ഒപ്പിട്ടിരുന്നില്ല. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ കത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച പാർലമെന്ററി പാർട്ടി ലീഡർ സെബാസ്റ്റ്യൻ പനിക്കലിനെ സ്ഥാനത്ത് നിന്ന് നീക്കി പാർലമെന്ററി പാർട്ടി ലീഡറായി ടോണി തൈപ്പറമ്പലിനെ തെരഞ്ഞെടുത്തു. ജൂൺ 26-ന് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം ഒഴിയേണ്ട മായ രാഹുലും കൗൺസിലർമാർക്കൊപ്പം ഒപ്പിട്ടിട്ടുണ്ട്. നഗരസഭയിൽ സ്വതന്ത്ര കൂട്ടായ്മയുമായി ചേർന്ന് ഒരു തരത്തിലുള്ള ധാരണയും ഉണ്ടാക്കുകയോ പിന്തുണ സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്തില്ലെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കി. ആരുടെയും പിന്തുണയിൽ തങ്ങൾക്ക് ചെയർമാൻ സ്ഥാനം വേണ്ടെന്നും ഞങ്ങളുടെ പിന്തുണയിൽ ആരും ചെയർമാൻ ആകത്തില്ലെന്നും സ്വതന്ത്ര കൂട്ടായ്മയിലെ ബിനു പുളിക്കക്കണ്ടവും പറയുന്നു. ഞങ്ങൾ ചർച്ച നടത്തിയതും ഞാൻ ഉൾപ്പെടെ കൗൺസിലർമാരെല്ലാം ചർച്ച ചെയ്തതും യുഡിഎഫിൻ്റെയും പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാരാണ്. ഒരു കൗൺസിലർമാരെ ഞങ്ങളൊരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്തുണ പിൻവലിക്കോ ഇല്ലയോ എന്ന് പറയേണ്ടവരാണ് യുഡിഎഫ് നേതൃത്വം അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന അവരിപ്പോൾ അത് നിഷേധിച്ചു. അവർ പറഞ്ഞത് പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് അവരിൽ ഒരാൾ മാറണമെന്ന് പറഞ്ഞു. അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് വേറൊരാളെ പാർലമെൻറ്റ് ഇതാക്കി അവിടെ ചർച്ച നടത്തി എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞേക്കുന്നത്. അവരത് നിഷേധിച്ചേക്കുവാണ്. ഈ പിന്തുണ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കും, ഒറ്റ ബ്ലോക്കായിട്ട് 3 അല്ല, അത് അന്നേരം ആലോചിക്കാമല്ലോ. നമ്മളതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കം മുതൽ ഇപ്പോഴല്ല, അതിന് മുമ്പും ഞങ്ങളുടെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യക്തിത്വം പണയം വെച്ചുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കത്തില്ല. ന്യൂസ് ബ്യൂറോ, പാലാ.